Kerala and Karnataka, the glow of purity. City Gold, gold and diamonds. Kerala and Karnataka. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ രാഷ്ട്രീയ കേരളത്തിന്റെ വിപ്ലവ തേജസ്. നേരിന്നറുകയിൽ ഊർജം പകർന്നൊരു പോരാളിയാണെന്റെ VS. സമര പോരാളിയാണെന്നു VS. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ രാഷ്ട്രീയ കേരളത്തിന്റെ വിപ്ലവ തേജസ്. നേരിന്നറുകയിൽ ഊർജം പകർന്നൊരു പോരാളിയാണെന്റെ VS. സമര പോരാളിയാണെന്നു VS. ഞാനതിലേക്ക് കടന്നാൽ സർവദേശ തൊഴിലാളി ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ അവരുടെ ഓർമ്മ ദിനമാണ്. തൊഴിലാളി വർഗം ആദ്യമായി ലോകത്ത് സംഘടിച്ച് ജോലി സമയം ലഘൂകരിക്കണം, അതുപോലെ തന്നെ അവരുടെ മൗലികമായ മറ്റാവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ 6 തൊഴിലാളികൾ ജീവത്യാഗം ചെയ്യുകയും നിരവധി ആളുകൾ ഭരണാധികാരികളുടെ മർദ്ദനത്തിനും അതുപോലെ തന്നെ തൂക്കുമരത്തിനടക്കം ഇരയായി തീർന്നിട്ടുള്ള ഒരു സംഭവമാണ് മെയ് ദിനം എന്ന് പറയുന്നത്. അത് നിരവധി തൊഴിലാളികളുടെ ജീവൻ അപഹരിച്ചുവെങ്കിലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഗബോധം എല്ലായിടത്തും തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് അവരുടെ മൗലികമായ അവകാശങ്ങളും അതുപോലെ തന്നെ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകത്തെമ്പാടും വലതുപക്ഷ ശക്തികൾ ശക്തിപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കവർന്നെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ കടന്നുപോകുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് തൊഴിലാളികൾ ഈ സർവ്വദേശ തൊഴിലാളി ദിനം ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 12 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള മെയ് ദിന റാലിയും പൊതുസമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് TK രാജേട്ടനാണ്. രാജേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി AITUC നേതാക്കളായിട്ടുള്ള സഖാവ് T കൃഷ്ണൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ബിജു ഉണ്ണിത്താൻ, INL നേതാക്കളായിട്ടുള്ള CMA ജലീൽ, അനീഫ് കടപ്പുറം, NLU നേതാക്കളായിട്ടുള്ള CMA ജലീൽ, അനീഫ് കടപ്പുറം, അതുപോലെ തന്നെ KST നേതാക്കന്മാരായിട്ടുള്ള രാഘവ മാഷ്, പ്രകാശൻ മാഷ്, പ്രതീഷ് മാഷ്, NGOയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശോഭ, അതുപോലെ തന്നെ LIC എംപ്ലോയീസ് യൂണിയന്റെ അരവിന്ദൻ തുടങ്ങിയിട്ട് നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ CITUവിന്റെയും വർഗ ബഹുജന സംഘടനകളുടെയും AITUCയുടെയും എല്ലാം മറ്റ് നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. മുഴുവൻ ആളുകളെയും ഈ മെയ് ദിന റാലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മെയ് ദിന റാലിയുടെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി AITUC നേതാവായിട്ടുള്ള ബിജു ഉണ്ണിത്താനോട് ക്ഷണിക്കുന്നു എന്നാണ് ലോക തൊഴിലാളി പ്രസ്ഥാനം വേൾഡ് ഫെഡറേഷൻ ട്രേഡ് യൂണിയൻ ഇത്തവണ ആഹ്വാനം ചെയ്തത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ മെയ് ദിനം എന്നത് ഒരു ചരിത്രമാണ്. മെയ് 1 1880 ശ്രമിച്ചു എന്ന് മാത്രമല്ല, 16 മണിക്കൂർ നേരം പണിയെടുത്താൽ തൊഴിലുടമക്ക് തൃപ്തിയാവാത്തൊരു സാഹചര്യം ഉടലെടുത്തു. പണിയെടുക്കുന്നവർക്ക് ന്യായമായ കൂലി കൊടുത്തില്ല. ജീവിക്കാൻ ആവശ്യമായ കൂലിയല്ല, നാളെയും പണിയെടുക്കാൻ ആവശ്യമായ ആരോഗ്യം നിലനിർത്താൻ. ഇന്ന് പണിയെടുത്താൽ സ്വാഭാവികമായും ആരോഗ്യം തകരും. ശരീരം ആരോഗ്യപരമായി നിലനിർത്തണമെങ്കിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കാനുള്ള കൂലി പോലും കൊടുത്തില്ലെന്ന് മാത്രമല്ല, അടിമ സമാനമായ കാലത്തേക്കാൾ കൂടുതൽ ഭീതിജനകമായി പണിയെടുക്കുന്നവനെ കൂടുതൽ ആക്രമിക്കുകയാണ് അന്നത്തെ മുതലാളി വർഗം ചെയ്തത്. ഭരണവർഗമാകട്ടെ എല്ലാ ഒത്താശകളും ഈ പറഞ്ഞ മുതലാളിമാർക്ക് ചെയ്തു കൊടുത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പണിയെടുക്കുന്ന തൊഴിലാളികൾ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അവരെ പണിസ്ഥലത്ത് വെച്ച് ആക്രമിക്കാൻ ഉടമസ്ഥന്മാർ മടി കാണിച്ചില്ല. നിങ്ങൾ നോക്കൂ, യന്ത്രവൽക്കരണം വന്നല്ലോ, വ്യവസായ വിപ്ലവം വന്നപ്പോൾ യന്ത്രം ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, യന്ത്രം ചൂടാകുമ്പോൾ
തുടർന്ന് യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ 10 മിനിറ്റ് നിർത്തി വെക്കും, അരമണിക്കൂർ നേരം സ്വിച്ച് ഓഫ് ആക്കും. എന്നാൽ മാത്രമേ യന്ത്രം വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ, എല്ലാം കത്തിപ്പോവും. എന്നാൽ ഈ പാവപ്പെട്ട തൊഴിലാളി നിർത്തിയാൽ അവരെ കങ്കാണിമാർ ആക്രമിക്കുന്ന സ്ഥിതിയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സഹോദരിമാർ, അമ്മമാർ, അവർക്ക് മാനമായി തൊഴിൽ ചെയ്യാൻ ഉള്ള അവസരമുണ്ടായിരുന്നില്ല. അവരെ പരസ്യമായി മാനഭംഗപ്പെടുത്താൻ, തൊഴിലിടങ്ങളിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. 1986 സ്വാഭാവികമായും അങ്ങനെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഒരു വലിയ വെള്ളിവെളിച്ചം പോലെ മാഞ്ചസ്റ്റർ എന്ന പട്ടണത്തിലെ ഒരു ടെക്സ്റ്റൈൽ വ്യാപാരി, അദ്ദേഹം മനുഷ്യ സമൂഹത്തെ ആകെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്തു. എൻ്റെ തൊഴിലാളിക്ക് മാന്യമായ കൂലി, മാന്യമായ ജീവിത സാഹചര്യം, തൊഴിലിടങ്ങളിൽ സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ആ ഉടമസ്ഥൻ മുന്നോട്ട് വന്നു. സ്വാഭാവികമായി അങ്ങനെ ഒരു അന്തരീക്ഷം വന്നപ്പോൾ ആ പ്രദേശത്തെ ചുറ്റുപാടിൽ ലോകത്തിലെ തൊഴിലാളി പ്രവർത്തകരെല്ലാം ആവേശപൂർവ്വമാണ് ആ നടപടിയെ നോക്കിക്കണ്ടത്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ ലോകത്തെ നാനാ മേഖലയിൽ തൊഴിലാളി സംഘടനകൾ ഈ രൂപത്തിൽ ആനുകൂല്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ചെറുതും വലുതുമായ നിരവധി പോരാട്ടങ്ങൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ 1862 കൽക്കത്തയിലെ റെയിൽവേ തൊഴിലാളിയുടെ സമരം വിജയിച്ച സമരമില്ലെങ്കിലും ചെറുതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ സമരങ്ങൾ ലോകത്താകെ ഉയർന്നു വന്നു. ആ ഉയർന്ന സമരത്തിന്റെ ഉയർന്ന രൂപമാണ് 1866 ചിക്കാഗോ പട്ടണത്തിൽ തൊഴിലാളികൾ സംഘടിച്ച് സമരം ചെയ്യാൻ മുന്നോട്ട് വന്നത്. ആ സമരത്തിന്റെ ചരിത്രം വളരെ പ്രസക്തമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് വിപുലമായൊരു പ്രഭാഷണത്തിൽ ഞാൻ മുതിരുന്നില്ല. അവിടെ ചെറുപ്പക്കാരായ തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ തീർച്ചയായും സംഘടിപ്പിക്കപ്പെട്ടു. സ്വാഭാവികമായും തൊഴിലുടമകളും ഭരണവർഗവും അവർ ഞെട്ടി. ഇവർ സംഘടിച്ച് മുന്നോട്ട് വന്നാൽ തങ്ങളുടെ അധികാര കോട്ട കൊത്തളങ്ങൾ തകരും, അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സമരം ഒരു കാരണവശാലും വിജയിക്കാൻ വേണ്ടി പാടില്ല. എങ്ങനെ സമരം അവസാനിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഈ സമരം തകർക്കാൻ പറ്റും, വളരെ ആസൂത്രിതമായി അവർ ആലോചിച്ച് തീരുമാനിച്ചത് പ്രകടനം നടത്തുന്ന, റാലി നടത്തുന്ന ഇടയിലേക്ക് ചാരന്മാരെ വിട്ട് കലാപമുണ്ടാക്കി, അവിടെ കുഴപ്പമുണ്ടാക്കി, ആളുകളെ പ്രകോപിപ്പിച്ച് സംഘടന ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെയാണ് ആ പോരാട്ടത്തിനകത്ത് ചെറുപ്പക്കാരായ 4-5 തൊഴിലാളി നേതാക്കന്മാർ സ്വാഭാവികമായി പോലീസ് വെടിവെപ്പ് 7ഓളം പേർ മരണപ്പെട്ടു. സ്പൈസർ എന്ന് പറയുന്ന നേതാവ്, ഫ്രാൻസിസ് എന്ന് പറയുന്ന സഖാവ്, ഫിഷർ, അതുപോലെ ഏംഗൽസ് എന്ന് പറയുന്ന ഇത്രയും സഖാക്കളെ പോലീസ് കള്ളക്കേസിൽ കൊടുത്തി. ഈ പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു, വിചാരണ നടത്തുന്നു, അവരെ തൂക്കിലേറ്റാൻ തീരുമാനിക്കുന്നു. ചരിത്രത്തിലാദ്യമായി 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് പോരാട്ടത്തിൽ ഭരണവർഗവും അതുപോലെ തൊഴിലുടമകളും സംഘടിതമായി ചേർന്ന് കലാപമുണ്ടാക്കി, പ്രതികളാക്കി, കള്ളക്കേസിൽ പെടുത്തിയവരെ വിചാരണയിലേറി. അതിന്റെ സ്മരണയാണ് പ്രിയപ്പെട്ടവരെ, ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ ഇന്ന് നമ്മൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യത്തിന് നമുക്ക് തുടർച്ച എന്ന നിലയിൽ ലോകത്ത് നാനാ മേഖലയിലെ തൊഴിലാളി സംഘങ്ങൾ ശക്തിപ്പെട്ടു. വിവിധ മേഖലയിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുണ്ടായി. അത് വളർന്നു വന്ന് വികസിച്ച് രാജ്യത്ത് പുതിയ തൊഴിലുടമ സംവിധാനം, വർഗബന്ധങ്ങളിൽ മാറ്റം വന്നു. നമ്മുടെ ലോകത്താകെ പുതിയ സമീപനം വന്നു. ആഗോളവൽക്കരണം വന്നു, സ്വകാര്യവൽക്കരണം വന്നു, ഘടനാപരമായ പരിഷ്കാരം വന്നു, ശാസ്ത്രം വികസിച്ചു, നമ്മുടെ യന്ത്രവൽക്കരണം എന്തായാലും പറയാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നു, തൊഴിൽ മേഖലയിൽ മാറ്റം വന്നു. അങ്ങനെ മാറ്റം വന്നതിന്റെ ഭാഗമായി ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഈ മെയ് ദിനം ആചരിക്കുമ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം 8 മണിക്കൂർ ജോലി നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത സ്ഥിതിപ്പെടുന്നു. എല്ലാ തൊഴിൽ നിയമങ്ങളും എല്ലാ രാജ്യങ്ങളിലും എല്ലാ തൊഴിൽ നിയമങ്ങളും ലംഘിക്കപ്പെടുകയാണ്. അവിടെ മുതലാളിത്ത വ്യവസ്ഥക്കകത്ത് കൂടുതൽ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ എല്ലാ അർത്ഥത്തിലും പണിയെടുക്കുന്നവന്റെ താല്പര്യം ഹനിച്ചുകൊണ്ടും അവരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള സംവിധാനം ശക്തിപ്പെടുത്തുന്ന കാര്യം നമ്മളിപ്പോ നോക്കി വായിക്കുകയാണ്. ലോകരാജ്യങ്ങളിലെല്ലാം സമരമാണ്, എല്ലാ രാജ്യങ്ങളിലെയും തൊഴിലാളി സംഘടനകൾ സമരമാണ്. തൊഴിലാളി സംഘടനകളും കൃഷിക്കാരും കർഷക സമരരംഗത്താണ്. സർക്കാർ ജീവനക്കാരായാലും കൊള്ളാം, അധ്യാപകരായാലും കൊള്ളാം, പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരായാലും കൊള്ളാം, എല്ലാ രംഗത്തും സമരങ്ങളും പോരാട്ടങ്ങളും നടക്കുകയാണ്. എല്ലായിടത്തും ഭരണവർഗവും തൊഴിലുടമകളും ചേർന്ന് പണിയെടുക്കുന്നവന്റെ താല്പര്യത്തെ ഹരിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നിയമസഭക്കകത്തും പാർലമെന്റിനകത്തും ബന്ധപ്പെട്ട ഭരണ സംവിധാനത്തിൽ പാസ്സാക്കിയെടുക്കുകയാണ്, നടപ്പാക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് 8 മണിക്കൂർ ജോലി സങ്കല്പിക്കാൻ സാധിക്കില്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. IT മേഖല വികസിച്ചു, പുതിയ തൊഴിൽ സംവിധാനം വന്നു, അവിടങ്ങളിലെല്ലാം 10-16 ആനുകൂല്യങ്ങൾ സംരക്ഷണമില്ല. അതുപോലെ നാളിതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതില്ല, ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് ആയി മാറുകയാണ്. നിശ്ചിത കാലത്തേക്ക് ജോലി, നിശ്ചിത കാലത്തേക്ക് കൂലി. എല്ലാ മേഖലയിലും എവിടെയും ജോലി സ്ഥിരതയില്ല. ആർക്കും പ്രോവിഡന്റ് ഫണ്ട് കൊടുക്കേണ്ടതില്ല, ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടതില്ല, പ്രസവകാല ആനുകൂല്യം കൊടുക്കേണ്ടതില്ല, പിരിഞ്ഞു പോകുമ്പോൾ പെൻഷൻ കൊടുക്കേണ്ടതില്ല.
അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതില്ല. ഈ രൂപത്തിൽ ലോകത്തെല്ലാ മേഖലയിലും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന നടപടിയും അതിനെതിരായി വമ്പിച്ച പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുതലാളിത്തം എല്ലാത്തിനും ബദലാണ് 91 നമ്മൾ കണ്ട മുദ്രാവാക്യമാണ്. ആ വ്യവസ്ഥക്കകത്ത് എല്ലാവരെയും സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ സംവിധാനമുണ്ടാകുന്ന അവകാശപ്പെട്ടവർ ഇപ്പോൾ മറുപടി നിർബന്ധിക്കപ്പെടുകയാണ്. ലോകത്തൊരു സ്ഥലത്തും എവിടെയും രക്ഷപ്പെട്ടോ? നിങ്ങൾ നോക്കൂ, എവിടെയും ജോലി സ്ഥിരതയുണ്ടോ? എവിടെയും കിട്ടുന്നു ന്യായമായ കൂലി കിട്ടുന്നുണ്ടോ? അതുപോലെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? മക്കൾക്ക് എല്ലാവർക്കും പാർപ്പിടമുണ്ടോ? ആരോഗ്യകരമായ ഒരു അന്തരീക്ഷമുണ്ടോ? ചികിത്സാ സംവിധാനമുണ്ടോ? ഒരു സ്ഥലത്ത് ലോകത്ത് ഏതാനും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഒഴിച്ച് ഒരു രാജ്യത്തും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തും ഈ കാര്യങ്ങൾ നടപ്പാകുന്നില്ല. മുതലാളിത്തം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല പരാജയപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥ എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ പോലെ WFTയും അത് രാജ്യങ്ങളിലെ തൊഴിലാളി സംഘടനകളും ഇന്ത്യയിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ പ്രത്യേകിച്ചും രാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളി സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതുപോലെ കൃഷിക്കാരെയും കർഷക തൊഴിലാളി സംഘടനകളെയും ചെറുപ്പക്കാരുടെ സംഘടനകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് ശക്തമായ സമരമാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ പാസാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ ഞാൻ സമയമെടുത്ത് സൂചിപ്പിക്കുന്നില്ല. ലേബർ കോഡിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ലേബർ കോഡ് പരാജയപ്പെടുന്നതിലൂടെ നടത്തിയ സമരം ആവേശകരമായ സമരമാണ്. ആ സമരമെല്ലാം ഇനിയും നമുക്ക് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇടതുപക്ഷമാണ് ബദൽ എന്ന് അഭിമാനപുരസ്ഥ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ക്യൂബയെ നമുക്ക് നോക്കി സംസാരിക്കാൻ സാധിക്കും. വിയറ്റ്നാം നമ്മുടെ മുമ്പിലുണ്ട്, അതുപോലെ ചൈന നമ്മുടെ മുമ്പിലുണ്ട്. ഇതായി ഇവിടെ കൊച്ചു കേരളമുണ്ട്. ഇടതുപക്ഷ ബദൽ രാഷ്ട്രീയം എങ്ങനെയാണ് പണിയെടുക്കുന്നവരെ സംരക്ഷിക്കുന്നത് എന്ന ചിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം നോക്കി ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നമുക്ക് കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മെയ്ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. വളരെ വ്യക്തമായി എങ്ങനെയാണ് മുതലാളിത്തം തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നത്, എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ആധികാരികമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മൂലധനം എന്ന പുസ്തകത്തിലൂടെ മാർക്സ് രേഖപ്പെടുത്തി. അപ്പോഴാണ് ലോകത്തിലെ സാമ്പത്തികമായ വിദഗ്ധന്മാർ അറിയുന്നത് ഈ ലോകത്ത് എങ്ങനെയാണ് ഈ സമ്പത്ത് കുന്നുകൂടുന്നത്, എങ്ങനെയാണ് അതിന് ഉപയോഗപ്പെടുന്നത്. 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറികളിൽ ഒരു നിമിഷം പണി മുടങ്ങിയാൽ എത്ര കോടിക്കണക്കിന് ഉറുപ്പികയുടെ സാമ്പത്തികമായ നഷ്ടമുണ്ടാകും. ഇതൊക്കെ വളരെ കൃത്യമായ കണക്കുകളാണ്. ഇപ്പൊ ഞാൻ തമാശ രൂപത്തിൽ പറയുന്നത് വിചാരിക്കരുത്. എന്ന് ഈ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ കുറിച്ച് പഠിക്കുന്ന 1968 തമിഴ്നാട്ടിലെ തൊഴിലാളികൾ സംഘടിച്ചത്. എല്ലാവരും ഉന്നയിച്ചത് 8 മണിക്കൂർ തൊഴിൽ തൃപ്തിപ്പെടുത്തണമെന്നല്ല, ഞങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണം. ഞങ്ങൾക്ക് വിശ്രമിക്കാനെന്നല്ല, ഭക്ഷണം കഴിക്കാനുള്ള കൃത്യമായൊരു സമയം ലഭിക്കണം. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തൊഴിലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ കക്കൂസിൽ പോകാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാകണം. അതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ രാജ്യത്ത്. ഈ ലോകത്ത് മനുഷ്യനെ യന്ത്രത്തോടൊപ്പം 24 അവന്റെ പിറകെ ചാട്ടവാറ് പിടിച്ചുകൊണ്ട് മുതലാളിമാരുടെ പ്രത്യേകമായ ദൗത്യ സംഘം അടിച്ച് ഉറക്കമുണർത്താൻ ആവശ്യമായ സംവിധാനം, മറ്റു ചില ആളുകളുടെ തലയിൽ ഐസ് കെട്ട വെച്ചുകൊണ്ട് ഉറങ്ങുന്ന തൊഴിലാളികളെ ഉണർത്താൻ ആവശ്യമായ സംവിധാനം. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഈ തൊഴിലാളി വർഗത്തിന്റെ സംഘടിത ശേഷി കൊണ്ട് ഇന്ന് ലോകത്തുണ്ടായ മാറ്റങ്ങളൊന്നും പരിശോധിക്കുമ്പോൾ ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കാൻ വേണ്ടി കഴിയുമോ? പ്രിയമുള്ളവരെ, അധികം സംസാരിക്കുകയല്ല. നമ്മുടെ ലോകം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ തൊഴിലാളി വർഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി, ആ വെല്ലുവിളിയെ ഒറ്റക്കെട്ടായി ചെറുത്ത് പരാജയപ്പെടുത്താൻ മെയ്ദിനത്തിന്റെ പ്രസക്തി മാത്രമല്ല, തൊഴിലാളി വർഗം ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട സമയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽ സലാം. വെല്ലുവിളിയാണ് ഈ ലോകത്ത് തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മെയ്ദിനത്തിന്റെയും തൊഴിലാളി വർഗത്തിന്റെ ഈ ഒത്തുകൂടലിന്റെയും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നടക്കുമ്പോൾ തന്നെ തൊഴിലാളി വർഗത്തെ ഭിന്നിപ്പിക്കുന്നതിന് ആവശ്യമായ മുതലാളിത്ത ശക്തികൾ അതിശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ തൊഴിലാളികൾ ഒന്നിച്ചു പോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള അകൽച്ച അതിനാവശ്യമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. മാർസത്തിന്റെ പ്രസക്തി ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മൂലധനത്തിന്റെ പറഞ്ഞ കാര്യങ്ങൾ ിന്റെ പതനം നിസാരമല്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് സോഷ്യലിസ്റ്റ് ചേരിയുണ്ടെന്നെങ്കിലും പോലും ഒരു രാജ്യത്തിന്റെ പതനം എന്ന് പറയുന്നത് നിസാരമല്ല. ഈ വലതുപക്ഷ ശക്തികൾക്ക് കരുത്വം നൽകിയത് വലത്തോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. പണിയെടുത്തുകൊണ്ട് തൊഴിലാളികളുടെ തൊഴിൽ സമയം കിട്ടപ്പെട്ട തൊഴിൽ സമയം 8 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂറും 12 മണിക്കൂറും ആക്കുന്നതിന് വേണ്ടി പല വലതുപക്ഷ ലോകത്തിലെ തൊഴിലാളി വർഗ സംഘടനകളൊക്കെ കഴിഞ്ഞ വർഷം ഒത്തുകൂടിക്കൊണ്ട് ഈ ലോകത്തിന്റെ സമീപവാസികൾ പരിശോധിക്കാൻ അവർ തയ്യാറായി. ആ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ലോകം വലതുപക്ഷത്തേക്ക് ചരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വലതുപക്ഷ ശക്തികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികൾ പ്രസ്ഥാനങ്ങളും തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പഴയതുപോലെ അതിശക്തമായി മുമ്പോട്ട് വരുന്നില്ല. പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാകുന്ന ശേഷി കുറഞ്ഞു വരുന്നു. ആ തൊഴിലാളി വർഗത്തിന്റെ സംഘടനയാണ് പറഞ്ഞത് പഴയ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം. മഹാരാഷ്ട്രയിൽ ദത്താസാമന്തിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ റെയിൽവേ മേഖലയിൽ അന്ന് ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ ഐതിഹാസികമായ സമരങ്ങളൊക്കെ നടന്നു വന്നിരുന്നു. പിന്നീട് കേരളത്തിലൊക്കെ ഇടത് പ്രസ്ഥാനങ്ങൾ അതിന് ശക്തി പകർന്നുകൊണ്ട് ആവേശോജ്വലമായ പോരാട്ടങ്ങളാണ് നടത്തി വന്നത്. അതിലൊരുപാട് അവകാശങ്ങൾ നേടിയെടുത്തിരുന്നു. നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ തൊഴിലാളികളുടെ അവകാശങ്ങളിൽ 50ഓളം നിയമങ്ങൾ, അതെല്ലാം തൊഴിൽ കോഡ് എന്ന പേരിൽ അത് രൂപീകരിച്ചുകൊണ്ട് അതിനൊക്കെ ഓർഡിനൻസ് വഴി 4ഓളം തൊഴിൽ കോഡ് മാത്രം ഉണ്ടാക്കിക്കൊണ്ട് തൊഴിലാളികൾക്ക് സാധിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ മുതലാളിമാരും അതുപോലെ തന്നെ തൊഴിലാളികൾക്കെതിരെ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ട്, പോലീസും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ ആക്രമണം തൊഴിലാളികൾക്ക് നേരെ നടത്തുന്നത്. അതിന്റെ ഭാഗമായി 4 തൊഴിലാളികൾ അന്ന് ജീവത്യാഗം വരിക്കുകയുണ്ടായി. അതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് മെയ് 6-ാം തീയതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഹേ മാർക്കറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ആ മൈതാനത്ത് തൊഴിലാളികൾക്ക് നേരെ പോലീസിന്റെയും അധികാരികളുടെയും ആക്രമണം അതിശക്തമായി ഉണ്ടാകുന്നത്. ആ ഏറ്റുമുട്ടലിൽ 7 പോലീസുകാരും അതുപോലെ തന്നെ 4 തൊഴിലാളികളും രക്തസാക്ഷികളാവുന്ന അവസരത്തിലാണ് തൊഴിലാളികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്ന അതിശക്തമായിട്ടുള്ള വധശിക്ഷയ്ക്ക് 4 നമ്മുടെ പ്രധാനപ്പെട്ട തൊഴിലാളി നേതാക്കൾക്ക് വധശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ആ വധശിക്ഷയുടെ ഭാഗമായി ആൽബർട്ട് സ്പൈസർ എന്ന് പറയുന്ന ആ ധീര ദേശാഭിമാനി അല്ലെങ്കിൽ രക്തസാക്ഷി തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് മുമ്പായി അദ്ദേഹം ഈ നാട്ടിലെ വ്യവസ്ഥിതിക്ക് എതിരായി അതിനെതിരായുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു നാളുകൾ വരാനിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടാണ് ആൽബർട്ട് സ്പൈസർ എന്ന് പറയുന്ന ആ രക്തസാക്ഷി തൂക്കുമരത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന തൊഴിലവകാശങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഉണ്ടായിട്ടുള്ളത് നമുക്ക് സാധിക്കാം. പേജ് വായിച്ചാൽ അതിനകത്ത് പറയുന്നത് മെയ് ദിന ആശങ്ക എന്ന് ആ പറയുന്ന പത്രത്തിന്റെ എഡിറ്റോറിയൽ ആശങ്കപ്പെടുന്നത് ഇന്നലെ നടന്നിട്ടുള്ള തിരുവനന്തപുരത്തെ നമ്മുടെ വനിതാ നേതാവായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ
ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതിക്കെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ ആ വിരൽ ചൂണ്ടിയത് വലിയ ധിക്കാരമായി പർവ്വതീകരിച്ചുകൊണ്ട് അത് തൊഴിലാളിക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതാൻ മാതൃഭൂമി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ കോഡുകൾ, അതുപോലെ തന്നെ കർഷകർ തൊഴിലാളികൾ, ഇവർക്കെല്ലാം എതിരെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ മാതൃഭൂമിക്ക് പ്രതിപാദ്യ വിഷയമല്ല എന്നുള്ളതാണ്. ഇതാണ് ഈ സാഹചര്യം. അതുകൊണ്ട് തന്നെ നല്ല കൃത്യമായ കണ്ണ് നമുക്കുണ്ടാവണം. കണ്ണ് വേണം ഇരുമുറം എപ്പോഴും എന്ന് കടമനിട്ട പറഞ്ഞ പോലെ നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മെയ്ദിന റാലിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും FSCT-ക്ക് വേണ്ടി KST-ക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോകത്താകെ നിഴലിക്ക് നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ലോകത്താകെ വലിയൊരു പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ 1990-കൾക്ക് ശേഷം ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള നവലിബറ നയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ലോക രാജ്യങ്ങളിലൊക്കെ തന്നെ തൊഴിലാളികളുടെ മേൽ വലിയൊരു തൊഴിലാളി തന്നെ സൂചിപ്പിച്ചു. രാജ്യത്തിലെ തൊഴിലാളികളുടെ തൊഴിൽ നിയമ ഭേദഗതി തന്നെ മാറ്റിക്കൊണ്ട് തൊഴിൽ നിയമം അട്ടിമറിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ തൊഴിലാളികൾക്ക് നേരിടുന്ന വലിയൊരു തരത്തിലുള്ള പ്രതിസന്ധി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അധികം കൂടുതൽ സംസാരിക്കുന്നില്ല. മറ്റ് എല്ലാ കാര്യങ്ങളും രാഘവ മാഷും നമ്മുടെ കൃഷ്ണേട്ടനും എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന നയത്തിന്റെ ഭാഗമായിട്ട് അതീവമായിട്ടുള്ള പോരാട്ടം നടത്തിയേ മതിയാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്തിമ വിജയം നമുക്ക് പറയാനുള്ളത് തൊഴിലാളികൾക്ക് തന്നെയാണ് എന്നുള്ളത് സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ ഈ മെയ്ദിന ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ സഖാക്കൾക്കും കേരള NGO യൂണിയന്റെ മെയ്ദിന ആശംസകൾ നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഉജ്ജ്വലമായി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ നമ്മൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇന്ന് കാണുന്ന ഈ സുഖ സൗകര്യങ്ങളോടുകൂടി തൊഴിലാളികൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുന്നു. ഇനിയും നമ്മൾക്ക് ഈ പോരാട്ടം തുടരേണ്ടതായിട്ടുണ്ട്. മെയ് ദിനം നമ്മൾക്ക് അതിനൊരു ആവേശമാണ്. മെയ് ദിനമാണ് നമ്മുടെ ലോക തൊഴിലാളി വർഗത്തെ നിവർന്നു നിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് മെയ് ദിനത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഒരു സന്ദേശം, ആ ഒരു കരുത്ത് നമ്മൾക്ക് നമ്മുടെ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ കൂടുതൽ തൊഴിലാളികൾക്ക് നല്ല നിലവാരത്തോടു കൂടി ജീവിക്കാനുള്ള പോരാട്ടത്തിന് വേണ്ടി നമ്മൾക്ക് മെയ് ദിനം ഒരു ഊർജ്ജമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മെയ് ദിന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും CITU-വിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു ദിവസം കൂടിയാണ്. ലോകരാജ്യങ്ങൾ തന്നെ എല്ലാം അംഗീകരിച്ച അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം, ആ ദിവസത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടും മറ്റുള്ള സഖാക്കളും വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണോ 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം ഉണ്ടായത്, ആ സാഹചര്യത്തിൽ നിലനിന്ന സാഹചര്യത്തിനെതിരായി തൊഴിലാളികൾ നടത്തിയ പോരാട്ടം, ആ പോരാട്ട സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്ത ത്യാഗങ്ങളും ജീവൻ തന്നെ വെടിയേൽപ്പിക്കേണ്ടി വരുന്ന സാഹചര്യവുമെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ സാഹചര്യത്തിലേക്ക് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ ഒരു തൊഴിലാളിയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ, നിവർന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും അതുപോലെ സാമ്രാജ്യത്വ രാജ്യങ്ങളും കോർപ്പറേറ്റുകളുമെല്ലാം ഈ എല്ലാ സാഹചര്യത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ പോരാട്ട സമരങ്ങൾക്കെല്ലാം ഒരു ഊർജ്ജം പകരുന്ന രീതിയിലേക്ക് തന്നെ ഇനി വരും നാളുകളിലും ഇത്തരം സമരങ്ങളും അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടിയും നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി നേടിയെടുത്ത ഈ സാഹചര്യത്തെ ലോകത്തെ നിലനിർത്താൻ ഉള്ള പോരാട്ട സമരത്തിൽ എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മാത്രം സംബന്ധിച്ചിടത്തോളം ഇവിടെ സംസാരിച്ച നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് മെയ് ദിനത്തിൻ്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് തൊഴിലാളി വർഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കഴിഞ്ഞ കാലമത്രയും നമുക്കറിയാം,
കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കാമെന്ന് അധികാരത്തിലേറിയിരുന്ന ആളുകളൊക്കെ തന്നെ തൊഴിലാളികളെ വിവേചനപൂർവമായി ഇടപെടുകയും ഉള്ള തൊഴിലും ഇല്ലാതാക്കുന്നതിനുള്ള സമീപനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെതിരായ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഇപ്പോൾ രാജ്യത്താകെ നടന്ന് കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിവേചനങ്ങളും ചൂഷണം കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം തുല്യ പരിഗണന ഉണ്ടാവുന്നില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായി വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ തന്നെ ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒട്ടേറെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ടുപ്പിക്കുന്നതിനും അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും നമുക്ക് ട്രേഡ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തു തന്നെയായാലും കടുത്ത ചൂടിലും ഈ മെയ്ദിന റാലിയിലും പൊതുയോഗത്തിലും പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ സഹാക്കളെയും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU വേണ്ടി വളരെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പൊതുയോഗവും റാലിയും ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെതിരാണ്, തൊഴിലാളികൾക്കെതിരാണ് ഇത്തരം കുത്തകകളും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളുമെല്ലാം എന്നും തൊഴിലാളികൾക്കെതിരെ ആണ്. അവർക്ക് ശിങ്കിടി പാടുന്ന വാർത്താ മാധ്യമങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും സംസ്ഥാന സെക്രട്ടറി ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വ്യക്തതയും എത്രയുണ്ടാകും ഈ ലോകത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോട് പറഞ്ഞു സർവ്വരാജ്യ തൊഴിലാളി സംഘടിക്കും. ലോകത്തെല്ലായിടത്തും അതിന് ചലനമുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് അഭിമാനിക്കാൻ പറ്റാവുന്ന സംഭവം ഉണ്ടായി. ചിക്കാഗോ സമരത്തിന് മുമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് TK രാജൻ, വേദിയിലെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് അത് സഖാവ് കാർൽ മാർക്സും ഏംഗൽസും തയ്യാറാക്കിയ ലോകത്തിലെ പുതിയ വിപ്ലവത്തിന്റെ ഒരു തത്വശാസ്ത്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആഹ്വാനം ചെയ്തു. ലോകത്തിലെ തൊഴിലാളി വർഗത്തിനിടയിൽ അത് വലിയൊരു മോഡി സർക്കാർ നയങ്ങൾക്കെതിരായി നമ്മൾ നടത്തിയ സമരം, ആ സമരത്തിന്റെ വലിയൊരു തെരുവുമായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറില്ല. തീർച്ചയായും തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരിക്കൽ പോലും അവർക്ക് അതിന് എല്ലാവർക്കും തൊഴിൽ ദിനാസങ്ങൾ നേർന്നുകൊണ്ട്, തൊഴിലാളി ദിനാസങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ, രാഷ്ട്രീയ കേരളത്തിന്റെ വിപ്ലവ തേജസ്. നീറിന്നറുകയിൽ ഊർജം പകർന്നൊരു പോരാളിയാണെന്റെ VS, സമര പോരാളിയാണെന്നു VS. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ, രാഷ്ട്രീയ കേരളത്തിന്റെ വിപ്ലവ തേജസ്. നീറിന്നറുകയിൽ ഊർജം
ഊർജം പകർന്നൊരു പോരാളിയാണെന്റെ VS. സമര പോരാളിയാണെന്നു VS. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. City Gold, Gold and Diamonds, Kerala and Karnataka. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.
Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും